എന്താ സാറേ ഉറങ്ങിയില്ലേ? ഉറങ്ങിയ പിന്നെ ഫോൺ എടുക്കോ? എന്താ ഉറങ്ങാത്ത? ഇത് കൊള്ളാലോ. എന്താ ഉറങ്ങാത്ത? ഉറക്കം വരൂ, എപ്പോഴാ ഉറങ്ങാന്നൊക്കെ ചോദിക്കാനാ താൻ ഈ രാത്രി വിളിച്ചേ? അല്ല, എന്താ ഇത്ര ഉറക്കം വരാതിരിക്കാൻ? വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ തന്നെ കുറിച്ചു. താനൊരു കല്യാണ പെണ്ണായിട്ട് നിൽക്കുന്നത് എങ്ങനെയുണ്ട് സങ്കല്പം? സത്യം പറഞ്ഞ പരമ ബോറാ. അതെന്താ? പളവള തിളങ്ങുന്ന ഒരു പാണ്ടി സാരി കൊടുത്ത്, മേക്കപ്പ് ഇട്ട് മുഖം ചോപ്പിച്ച്, തലയിൽ നിറച്ച് പൂവും വാരിക്കെട്ടി, കഴുത്തിലും കാതിലും കയ്യിലുമൊക്കെ 50 കിലോ സ്വർണവും തൂക്കി. എന്താ സാറേ ഉറങ്ങിയില്ലേ? ஆனா திட்டம் போட்டு நடக்கிறவங்களுக்கு அவன் மட்டுமே தோணுன்னு, எந்த திட்டமும் இல்லாம இருக்கிறவங்களுக்கு அந்த ஆண்டவனே தோணுன்னு. ഈ പെൺകുട്ടിയുടെ പേരുള്ള സർ, മോഷണമാണ് സർ. എന്ത് മോഷണം? സർ, ഇവര് വർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ലോട്ടിലെ ഒരു വണ്ടിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു. ആരാ പരാതി തന്നു? സർ, സുശീൽ എന്ന് പറഞ്ഞ ഒരാളാണ്, ബിസിനസ്സുകാരനാണ്. ആ പരാതി ഇങ്ങ് തരും. റിട്ടേൺ കംപ്ലൈന്റ് തന്നിട്ടില്ല സർ. പിന്നെ സർ, ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു. എഫ്ഐആർ ഉണ്ടോ? ഇല്ല സർ. നിങ്ങൾ സംഭവം നടന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചോ? ഇല്ല. ഇവരെ ചോദ്യം ചെയ്തു? ചെയ്തു. എന്നിട്ട് കുറ്റം സമ്മതിച്ചിട്ടില്ല സർ. തൊണ്ടി കിട്ടിയോ? ഈ സംഭവം എപ്പോഴാണ് നടന്നത്? സർ, ഇന്ന് വൈകുന്നേരം. അപ്പോൾ 379 വകുപ്പ്. അതെ സർ. ഇന്ന് വൈകുന്നേരം നടന്നു എന്ന് പറയുന്ന മോഷണം. റിട്ടേൺ കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല, സംഭവസ്ഥലം സന്ദർശിച്ചിട്ടില്ല, എഫ്ഐആർ ഇട്ടിട്ടില്ല, തൊണ്ടി മുതലും കിട്ടിയിട്ടില്ല. പ്രതി എന്ന് പറയുന്ന യുവതിയെ ലോക്കപ്പ് ചെയ്യാൻ പോകും. എന്താ കമ്മീഷണർ, നിങ്ങളുടെ കീഴിലുള്ള സ്റ്റേഷൻ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? 5 മണിക്ക്